മിഞ്ചി കാറിന്ന് ഇറങ്ങുന്നത്. സംഭവം എന്താ നടന്നതെന്ന് വെച്ചാൽ ഇവര് തപ്പി സ്റ്റെയറിന്റെ അടിയിലെ ഡോറ് തുറക്കുമ്പോഴാണ് അവിടെ ആൾക്കാർ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ ഇവിടെ ലോണ്ടറി വീണ്ടും ശബ്ദം ഉണ്ടാക്കുന്നു. ഓ സോറി എന്ന് പറഞ്ഞ് ആളിങ്ങനെ പതിയെ നിൽക്കുമ്പോഴാണ് സാങ് അങ്ങ് തള്ളിയിടും. ഈ ബോഡി ഗാർഡ്സ് ഇവനെ കാണുകയും ചെയ്യും. സാങ് ഒന്ന് ചിരിക്കുന്നു. ഇവിടെ സാങ് ഇലക്ട്രിക് സ്റ്റിക്ക് ഓണാക്കാണ്. ആള് മതിലി ചവിട്ടി കറങ്ങി വന്ന് ഒറ്റടി. എന്നിട്ട് ആ കമ്പ് വെക്കുമ്പോഴാണ് രണ്ടുപേരും ഒരുമിച്ച് ഷോക്കടിക്കുന്നത്. എന്നിട്ട് മറ്റവനെ ഇടിച്ചിട്ട് അവനെ ഷോക്കടിപ്പിക്കുകയാണ്. അപ്പോഴാണ് ലോണ്ടറി ഷോക്കിൽ നിന്ന് എണീക്കുന്നത്. അങ്ങനെ വന്ന് അകത്തുള്ളമാരെ ഇടിച്ചിടുന്നു. അങ്ങനെയാണ് അവിടെ മിഞ്ചിയെ കാണുന്നത്. ഇവർ ഓടി വരുന്നു. മിഞ്ചി, കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്കിപ്പോ നടക്കാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ആരാ? അതൊക്കെ പിന്നെ പറയാം. അങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന് കാറി കയറ്റുവാണ്. നല്ല കാര്യം. അങ്ങനെ SMDയുടെ ആൾക്കാർ ഇവളെ പിടിച്ചുകൊണ്ടുപോവാണ്. ലോണ്ടറിയും സാങ്ങയും എന്ത് ചെയ്യണോന്ന് അറിയാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ്. അത് കട്ട് ചെയ്ത് കാറിലെ മിഞ്ചിയിരിക്കുകയാണ്. ഇവിടെ ഇവര് പറയുന്നു അവരുടെ ഒരു അനക്കവും ഇതുവരെ ഇല്ല. എന്നാലും അവരെ ഒന്ന് നോക്കിയേരെ, ഞങ്ങൾ ആദ്യം പോവുക. ഞങ്ങളെ ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തുന്നവരെ നിങ്ങൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. അവിടെ ആൾക്കാർ നോക്കിയിരിപ്പുണ്ട്. മിഞ്ചി ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ. താങ്ക് യു. പക്ഷേ നിങ്ങൾ ആരാ? ഇവരാരും ഒന്നും മിണ്ടുന്നില്ല. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ അച്ഛനെ വിളിച്ചോട്ടെ? എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാനിപ്പോ പുറത്തു ചാടും. മിഞ്ചി സമാധാനപ്പെട്, നമ്മൾ വേറൊരിടത്താ പോകുന്നത് എന്ന് പറഞ്ഞ ആൾ അലറാൻ പോകുമ്പോ ആളെ മയക്കുവാണ്. SMD പറയുന്നു, ഞങ്ങൾ ആരാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അത് ഈ ജോലിയുടെ ഒരു ഭാഗമാ. ആരും അറിയാതെ ബിഹൈൻഡ് ദ സീൻസ് പോലെ. ഇവിടെ കിം ആളുടെ ഐക്കോണിക് സാധനം ഇങ്ങനെ എടുത്ത് വെക്കാണ്, ആ സ്ട്രിങ്. എന്നിട്ട് ആ നോക്കിക്കൊണ്ടിരിക്കുന്നവന്റെ കഴുത്തിലൊന്ന് ചുറ്റുന്നു. ഇവിടെ ഇവൻ കാറിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇത്ര പെട്ടെന്ന് ഇവൻ എവിടെ പോയി എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് കാല് മാത്രം കാണാം. ഇവര് ഷൂട്ട് ചെയ്യാൻ റെഡിയാണ്. യുവന്മാരിങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ഒന്ന് പിടിക്കുന്നു. എന്നിട്ട് ഇവന്റെ അടുത്തൊന്ന് ചോദിക്കാണ്, എന്റെ മോളെ അവരെവിടെ കൊണ്ടുപോയ? ആളൊന്നും മിണ്ടുന്നില്ല. ഗൺ പോയിന്റ് ചെയ്യാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ കിം അവിടെ നിന്ന് പോകുന്നു. ഇവിടെ മിഞ്ചി മയക്കത്തിലാണ്. അപ്പോ ഫോണിൽ നിന്ന് കുറച്ച് ശബ്ദങ്ങൾ കേൾക്കാം. ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇതെന്തുവാ? ചാനൽ മാറ്റിയേ. മിഞ്ചി, ഞാൻ പറയുന്നത് കേൾക്കാവോ? എല്ലാം ഓക്കെ ആവും, പേടിക്കണ്ട, ഞാൻ വരുവാ. കേൾക്കാവോ നിനക്ക്? SMD ഫോൺ എടുക്കുന്നു. ഞങ്ങൾക്ക് കേൾക്കാടാ. എന്റെ മോളെ തൊട്ടാ ഞാൻ നിങ്ങളെ എല്ലാരെയും കൊല്ലും. സമയം അങ്ങ് മാറിപ്പോയല്ലോ. ഈ സൗത്ത് കൊറിയക്ക് എന്ത് മാറ്റവാ? ഒരു ഏജന്റ് SMD ഡയറക്ടറിനെ ഭീഷണിപ്പെടുത്തുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ മോളെ കണ്ടുപിടിച്ചാൽ ഞാൻ തന്നെ വരാന്ന്. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു ഏജന്റിന് വിശ്വാസമില്ല. ഏറ്റവും ഗതികെട്ടവൻ ആദ്യം ഇങ്ങോട്ട് വരണം. എനിക്ക് എന്റെ മോളാണ് വലുത്. നമുക്ക് നോക്കാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ ആ സമയം നിന്റെ മോളെ നോക്കിക്കോളാം. ഒരു ബിയറും കൂടെ കരുതിക്കോന്നേ. ശരി, ഞാൻ നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റുമായിട്ട് തന്നെ വരും. അവനെന്താ കളിയാക്കുക? അവന്റെ ഗിഫ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്കിരിക്കാൻ വയ്യ. അത് കട്ട് ചെയ്ത് ലോണ്ടറി പറയാണ്, എനിക്കിത് ശരിയാന്ന് തോന്നുന്നില്ല. അവന്റെ മോളെ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ നമ്മളല്ലേ ഇത് ഒരുമിച്ച് ചെയ്തത്. ആള് സ്വയം സമാധാനപ്പെടുകയാണ്. ഞാനൊരു ഏജന്റ് ആണ്. ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന്റെ ഉടമയല്ല. സാങ് ഇത് കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ജിൻജിയോളിനെയാണ് കാണിക്കുന്നത്. ആള് കാറിൽ നിന്ന് ഇറങ്ങിയതാണ്. ആ ഡോറ് കണ്ട് അന്ന് തായ് കൊണ്ട് ചെയ്തത് ഓർത്ത് അവനെ പ്രാഗിയിട്ട് ഇങ്ങനെ കേറുമ്പോഴാണ് ആള് വല്ലാതെ പേടിച്ച് അലറി അവിടെ നിന്ന് ഇറങ്ങുവാണ്. നോക്കുമ്പോ അകത്ത് മറൈന്റെ ഡ്രസ്സും ഷൂസും ഒക്കെ ഇട്ട് ഒരു ലേഡി അവിടെ ഉണ്ട്. ഇവൻ പതിയെ തിരിച്ചേറി വരുന്നു. സല്യൂട്ട്. അപ്പൊ മുത്തേ, നീ എന്താ ഇവിടെ തിരിച്ചു വരാൻ കാര്യം? എന്താ കത്തിയൊക്കെ ആയിട്ട്? നീ എത്ര നാളായി വീട്ടിൽ വന്നിട്ട്? നിനക്ക് വേറൊരു ഫാമിലി ഉണ്ടോ? ആള് കത്തിയെടുക്കുന്നു. ആളിങ്ങനെ നിൽക്കാണ്. നിന്റെ ലുക്ക് കണ്ടിട്ട് നിനക്ക് അഫെയർ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്താ നീ പറയുന്ന അഫെയറോ? നീ കല്യാണത്തിന് പറഞ്ഞത് ഓർമ്മയില്ലേ, ഞാൻ ചീറ്റ് ചെയ്താ നീ എന്നെ കൊല്ലൂന്ന്? എന്നാ ശരി, നീ വീട്ടിൽ വരാത്തതിന്റെ കാരണം ഇപ്പൊ പറയണം. ഓക്കെ മാം, നിനക്കറിയാലോ ഞാൻ എപ്പോഴും വീട്ടിൽ വരും. പക്ഷെ കിമ്മിന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തു. നിനക്കറിയാലോ മിഞ്ചിയെ, അവളെ എങ്ങനെയായിരുന്നു കിഡ്നാപ്പ് ചെയ്തത്? ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇങ്ങനെ ഇരിക്കാൻ നേരത്തെ അവനെ കുറിച്ച് ഒരുത്തം വേണ്ടാത്തതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് പോലീസ് വന്നു. പിന്നെ ഹൻസു കിമ്മിനെ രക്ഷിക്കാൻ പോയി. അവൻ വെള്ളത്തിലായി. എനിക്ക് അറിഞ്ഞൂടായിരുന്നു അവനെ നീന്ത അറിഞ്ഞൂടെന്ന്. ഞാൻ പിന്നെ ഒരു കടയിൽ കയറി ജർമ്മേനിയൻ ബ്രേസ്ലെറ്റ് അങ്ങ് വാങ്ങിച്ച്. എന്റേത് എന്തിയെ? നിന്റേതോ? ഇത് വലിയ യൂസ് ഒന്നും ഇല്ലെന്നേ. പിന്നെ ഞാൻ കാടും മലയൊക്കെ കിടന്ന് ഇവിടെ വന്നു. ഞാൻ എന്തിനായിരുന്നു ഇവിടെ വന്നത്? വെപ്പൻസ് എടുക്കാൻ. കുറച്ച് വെപ്പൻസ് എടുക്കണ്ടേ? ചുരുക്കി പറഞ്ഞ കിമ്മിന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തു. നീയും ഹൻസു ഹെൽപ്പ് ചെയ്യുവാണ്. അത് എന്നെ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ഞാൻ പോയി ഹെൽപ്പ് ചെയ്യട്ടെ? ആള് നോക്കാണ്. എന്നാ വേണ്ട. എന്നാ ശരി, ഞാൻ പോകുന്നില്ല. ആൾ അടുത്തോട്ട് വരികയാണ്. ആരാ നിന്നെ അടിച്ചത്? പോവാൻ നോക്ക്. എന്താ? എനിക്ക് പോവാവോ? അവര് നിന്റെ ബ്രദേഴ്സ് അല്ലേ, ഞാനെങ്ങനെയാ നിന്നെ തടയുന്നത്? വരുമ്പോ തെബോക്കി വാങ്ങിച്ചിട്ടോ, എനിക്കത് ക്രേവിങ്സ് ഉണ്ട്. ലെവൽ 2 സ്പൈസിനെസ് അല്ലേ, ചീസ് ചേർക്കണേ. പിന്നെ നിനക്ക് നല്ല സ്മെല്ലുണ്ട്. പോയി ഉടുപ്പ് മാറ്റാൻ നോക്ക്. പേടിക്കണ്ട, ഞാൻ ഉടനെ തിരിച്ചു വരും. എനിക്ക് നിന്നെ കുറിച്ചല്ല പേടി, നീ ഇടിക്കാൻ പോകുന്ന ആൾക്കാരെ കുറിച്ച്. നീയൊക്കെ എപ്പ വളരാന്? ആളിങ്ങനെ നോക്കുവാണ്. അവിടെ നിന്ന് വൈഫ് പോന്നു. ഐ ലവ് യു, സല്യൂട്ട്. ആളവിടെ അങ്ങ് ഇരിക്കുവാണ്. ചെന്ന് ഡോർ അടയ്ക്കുന്നു. എന്റെ പൊന്നോ, ഞാനിപ്പോ തീർന്നേനെ. എന്നിട്ട് ആൾ അവിടത്തെ മാറ്റൊക്കെ മാറ്റി അത് തുറന്ന് അതിന്റെ അടിയിലോട്ട് പോവാണ്. അതിന്റെ ഇടയ്ക്കും പറയുന്നുണ്ട്, ലെവൽ 2 സ്പൈസിനെസ്, തെബോക്കി, ചീസ് ചേർക്കണം. ആള് താഴോട്ട് പോയിട്ട് പറയാണ്, മക്കളെ എണീക്കാൻ സമയമില്ലേ? കുറെ നാളുകൊണ്ട് ഉറങ്ങില്ലേ ഈ ചില്ലുംകൂട്ടില്? ഞാൻ ഇവിടെ നിന്ന് എന്തോ എടുക്കണം. ഞാൻ ഇവനെ എടുത്താ ഇവന് വിഷമമാവും. എന്നിട്ട് കണ്ടതെല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ആളുടെ ഫേവറേറ്റ് M249 ഒക്കെ എടുത്ത്
ആളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം അങ്ങ് കൊണ്ടുപോകാം, ഒരു ഫീൽഡ് ട്രിപ്പ് ആവട്ടെന്നേ. അത് കട്ട് ചെയ്ത് SMD പറയാണ്, നമ്മളെ ടോപ്പ് ലെവൽ സെക്യൂരിറ്റി ബിൽഡിങ്ങിൽ കൊണ്ടുപോകും. ആൾ അവിടെ എത്തുന്നു. അവളെ ഇന്റർഗേഷൻ റൂമിൽ കൊണ്ടുപോകും. ബാക്കിയുള്ള ടീംസ് എന്തി അവരെത്താറായി സാർ. അപ്പോഴാണ് ഇവരുടെ കാറിന്റെ അടിയിൽ നിന്ന് തായ്ക്കൊണ്ട് ഇറങ്ങി വരുന്നത്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു, എന്തിനാണോ ഈ വണ്ടി കയറിയിരുന്നത്. എന്നിട്ട് ആളെ ഇറങ്ങി നോക്കുമ്പോഴാണ് അവിടെ ക്യാമറയുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇറങ്ങുകയാണ്. ഇതെന്താ ഇത്, ടാക്ടിക്കൽ ടീമോ? ഇതെന്താ യുദ്ധം തുടങ്ങാൻ പോവാ? ഏജന്റ് കിമ്മ മോളെ കണ്ടുപിടിച്ചാൽ വരുമെന്നല്ലേ പറഞ്ഞത്. ഡയറക്ടറിന് അവന് വിശ്വാസമില്ല. അവനെ ജയിലിൽ അടയ്ക്കുന്നവരെ അയാൾ അടങ്ങത്തില്ല. പക്ഷെ ഇത് അത്രയ്ക്ക് പേടിയ ഏജന്റ് കിമ്മിന്. ഇവിടെ ആള് കാറിന്റെ പുറകിലായിട്ടൊക്കെ നടക്കുകയാണ്. അവിടെ ഒരുത്തനും വരുന്നുണ്ട്. സൗണ്ട് ഉണ്ടാക്കി അവൻ അങ്ങോട്ട് തിരിയുന്ന സമയം അവനെ ചവിട്ടിയിട്ട് ID കാർഡ് എടുക്കാണ്. ഇവിടെ മിഞ്ചി എടുത്തോണ്ട് പോവാണ്. അങ്ങോട്ടും ഈ ടാക്ടിക്കൽ ടീംസ് വന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ തായ്ക്കൊണ്ടോ അകത്ത് കയറി പതിയെ പോയി നോട്ടീസ് ബോർഡ് നോക്കാണ്. അവിടുത്തെ റൂട്ട് മാപ്പ് തല തിരിച്ചും വളച്ചു വെച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആള് ഇന്റർഗേഷൻ റൂമിലോട്ട് പോകുന്നു. ഇവിടെ ടാക്ടിക്കൽ ടീംസ് എല്ലാം അകത്ത് കയറിയിട്ടുണ്ട്. ഇവരെല്ലാം കൂടെ നിരന്നു വന്ന് എല്ലാ റൂമിന്റെയും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. തായ്ക്കൊണ്ടൊക്കെ എന്തോ ചെയ്യണോന്ന് അറിയാൻ വയ്യ. ആള് അവിടുത്തെ ഒരു ഗ്ലാസ്സിലോട്ട് നോക്കുകയാണ്. ഇവിടെ കിം ഓടിച്ചോണ്ട് വരികയാണ്. അങ്ങനെ ഇവിടെ തായ്ക്കൊണ്ട് വരുമ്പോഴാണ് ഒരു സ്ത്രീ തായ്ക്കൊണ്ടെ കണ്ട് പേടിക്കുന്നത്. ആ മാം, നിങ്ങൾ ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നേ? എന്നെ ഓർമ്മയില്ലേ, എത്ര നാളായി കണ്ടിട്ട് എന്ന് പറഞ്ഞ ആളായിട്ട് കറക്കുവാണ്. എന്നിട്ട് ആളുടെ വായിലെ ടേപ്പ് ഒട്ടിച്ചു വെക്കാണ്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ശ്വാസം വലിക്കാലോ. എന്നിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. എന്നോട് ശരിക്കും ക്ഷമിക്കണം, ഞാൻ എന്തായാലും ഇതിന് ക്ഷമ ചോദിക്കാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് സീലിംഗിൽ കൂടി നുഴഞ്ഞു പോവുകയാണ്. മെക്കാനിക്കൽ റൂം എങ്ങോട്ടോ? ഇങ്ങോട്ടോ അങ്ങോട്ടോ? ഇങ്ങോട്ടായിരിക്കും അല്ലേ. ആള് നേരോട്ട് പോകുന്നു. എന്നിട്ട് മെക്കാനിക്കൽ റൂമിന്റെ അവിടെ എത്തി ആള് കയറും കുപ്പിയൊക്കെ എടുക്കാണ്. കയറ് ചുറ്റി താഴോട്ട് പതിയെ ഇടുന്നു. അതാ മെയിൻ സ്വിച്ചിന്റെ അവിടെ എത്തിക്കഴിയുമ്പോ ആള് ബോട്ടിലിന്റെ അടുപ്പ് തുറന്ന് കുറച്ച് വെള്ളമായിട്ട് തുറന്നു വിടുകയാണ്. ഓക്കെ, ഇനി ഇന്റർഗേഷൻ റൂം. ആള് അങ്ങോട്ട് പോകുന്നു. അത് കട്ട് ചെയ്ത് മിഞ്ചി കാണിക്കാണ്. ആളിവിടെ എണീക്കുന്നു. ഇത് ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട്. ഞാൻ എവിടെയാ, പ്ലീസ് എന്നെ ഒന്ന് വിട്. അപ്പോ വോയിസ് കേൾക്കാം. നീ കിമ്മിഞ്ചിയാണോ? എന്താ? ആ, ഞാനത്. എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? കിമ്മിഞ്ചി, നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാവോ? എന്റെ അച്ഛനോ? എന്താ ഉദ്ദേശിക്കുന്നത്? ആളൊരു ഓഫീസ് വർക്കറാ. അച്ഛൻ എന്തെങ്കിലും ചെയ്തോ? അതുകൊണ്ടാണോ എന്നെ പിടിച്ചു വെച്ചേക്കുന്നത്? ഇതിങ്ങ് തന്നേ. പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് കിമ്മിന്റെ മോളെ. നിന്റെ അച്ഛനൊരു ഏജന്റ് ആയിരുന്നു. അതെന്താന്നറിയാലോ അല്ലേ? സാർ, ആ കൂട്ടത്തില് ഏറ്റവും ഭീകരൻ. അവന്റെ ഐഡന്റിറ്റി തെളിഞ്ഞ നോർത്തുകാര് സൗത്തിലോട്ട് വരും. അത് ഞങ്ങളെ വല്ലാത്ത പ്രശ്നത്തിലാക്കും. പക്ഷേ നിന്റെ അച്ഛൻ ഇപ്പൊ വലിയൊരു പ്രശ്നം ചെയ്തേക്കുന്നത്, നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും നാളും ഒരു പ്രേതത്തെ പോലെ ജീവിച്ചവൻ പെട്ടെന്നെല്ലാം മാറ്റിമറിച്ച് എല്ലാം നിനക്ക് വേണ്ടി. കിമ്മിന്റെ ഫോട്ടോ കാണിക്കുകയാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോ? നീയും നിന്റെ അച്ഛനും എന്നെ വല്ലാത്തൊരു സ്ഥാനത്താ നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയണം ഇതെങ്ങനെ തുടങ്ങി, എന്തുകൊണ്ട് തുടങ്ങി, ജൂ എന്തിനു നിന്നെ പിടിച്ചു വെച്ചു, ജൂവും നിന്റെ അച്ഛനും തമ്മിൽ എന്താ ബന്ധം, എല്ലാ സത്യങ്ങളും ഇവിടെ പറയണം. മനസ്സിലായോ? ഹേരി, ഞാൻ അവളുമായിട്ട് അടിയുണ്ടാക്കിയതുകൊണ്ട്. ആരാ ഹേരി? ചെയർമാൻ ജൂയുടെ മോള. ഞാൻ അവളുമായിട്ട് പ്രശ്നമായി. അപ്പോ അവൾ എനിക്ക് എന്തോ കൊണ്ട് അടിയെന്നു. എനിക്ക് ബോധം പോയി. എനിക്ക് തോന്നുന്നു അത് കല്ലാന്ന്. പക്ഷെ പിന്നെ ഓർമ്മ വന്നപ്പോ ഞാൻ ആ കോൾഡ് സ്റ്റോറേജിലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എന്നിട്ട് ഹേരിയുടെ അച്ഛൻ എന്നെ പിടിച്ചു. കിം നോർത്തിന്ന് വരെ ഒരാളെ സൗത്തിലോട്ട് കൊണ്ടുവന്നു. ഞങ്ങളെ ഇത്ര പ്രശ്നത്തിലാക്കി. ഇതെല്ലാം തുടങ്ങിയത് നിങ്ങളുടെ ഈ കുഞ്ഞു ഫൈറ്റ് ചെയ്യുന്ന ആള് ചിരിക്കുകയാണ്. അവന്റെ കാര്യം, എന്റെ അച്ഛൻ ഒരു ഏജന്റ് ആയിരുന്നു. അപ്പോ ഒരുത്തൻ വന്നിട്ട് പറയണം, സാർ ഇവിടെ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. ജൂ പറഞ്ഞു വിട്ടേന്നാ തോന്നുന്നത്. ഷേ, ആ കുട്ടിയെ ഒളിപ്പിക്ക്. അത് കട്ട് ചെയ്ത് ആളെ കാണിക്കുകയാണ്. ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നാഷണൽ സെക്യൂരിറ്റിയുടെ വൈസ് മിനിസ്റ്റർ ഇം ദോ ഹിയോൺ. ആള് ദേഷ്യത്തിൽ നടക്കുകയാണ്. ഇവിടെ തായ്ക്കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതെന്താ ഞാൻ മാത്രം കിടന്ന് കഷ്ടപ്പെടുന്ന, അതോ എനിക്ക് തോന്നുന്നതാണോ? ഇനി എന്തായാലും കുറച്ചും കൂടെ. അങ്ങനെ ആള് നോക്കുമ്പോ മിഞ്ചി പിടിച്ചോണ്ട് പോവാണ്. അവളെ എങ്ങോട്ട് കൊണ്ടുപോവാ? ഞാൻ എത്തിയപ്പോ തന്നെ കൊണ്ടുപോകണം. പക്ഷെ എന്ത് കഷ്ടമാ, എവിടെയാ അവളെ കൊണ്ടുപോകുന്നത്? ഇവര് മിഞ്ചിയെ ഐസൊലേഷൻ റൂമിൽ കൊണ്ടിടുകയാണ്. ആള് കേട്ടതും അറിഞ്ഞതും എല്ലാം ആലോചിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഈ വൈസ് മിനിസ്റ്റർ കയറി വരികയാണ്. ഒരു സാധാരണ ആളുടെ വീട്ടിൽ പോയി ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ ഫയർ ചെയ്യട്ടെ. SMD ഒന്ന് നോക്കുന്നു. ആ പെണ്ണെന്തിയെ? ഇവിടെ മിഞ്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. മിഞ്ചി, കിമ്മിഞ്ചി, ആരോ വിളിക്കുന്നത് കേൾക്കാം. ആള് ചുറ്റും നോക്കുന്നു. ദാ ഇവിടെ മേളിൽ നോക്ക്. ആള് മേളിലോട്ട് നോക്കുമ്പോ ഹൻസു അങ്കിളോ? അങ്കിൾ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ ഇത് തുറക്കാൻ പോവാ, അതുകൊണ്ട് മിണ്ടാതിരിക്കണം. അവനത് തുറക്കാണ്. നീ ശരിക്ക് പേടിച്ചു കാണും. ബാ, നമുക്ക് അച്ഛനെ കാണാം. അത് തന്നെ, ആ ബെഡ് വലിച്ചിട്ട് എന്റെ കയ്യില് പിടി. അങ്ങനെ ആളെ വലിച്ചു കയറ്റുവാണ്. ഇവിടെ പറയാണ്, എനിക്ക് അവളെ ഇപ്പൊ കാണണം. എന്താ ഇത്, നിങ്ങളാ ജൂഡ് അടിമയാ? കള്ളപ്പണമായിട്ട് എത്ര കിട്ടും? എന്തുവാ?
അവളെ കിട്ടിയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? ജോയിക്ക് തിരിച്ചു കൊടുക്കാനാ? അവൾക്ക് അറിയാൻ അനുവദിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും അവൾക്കറിയാവോ? നീ ആരോട് ഈ സംസാരിക്കുന്നതെന്ന് അറിയാവോ? നീ ആദ്യം ശ്രദ്ധിക്കാൻ നോക്ക്. കിം മോളെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുക. അവളെ നീ കൊടുത്ത ജൂയും നീയും ഇവിടെ തീരും. അതുകൊണ്ട് ഞാൻ അവനെ പിടിക്കുന്നത് വരെ മിണ്ടാതിരിക്കാൻ നോക്ക്. ഇവിടെ മിഞ്ചിയും തായ്ക്കൊണ്ടും കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. റൈറ്റ് തിരി. ഇനി നേരെ പോ. ഇവിടെ ആ മെയിൻ സ്വിച്ചില് വെള്ളം ഉറ്റി വീണോണ്ടിരിക്കുകയാണ്. മിഞ്ചി നടന്ന് പതിയെ ഇരിക്കുവാണ്. എനിക്കറിയാം ഇത് പാടാണ്, കുറച്ചൊന്ന് സഹിക്കും മിഞ്ചി. അങ്കിൾ, അവര് പറഞ്ഞ അച്ഛൻ ഒരു ഏജന്റാണ്. അങ്കിളിന് അതറിയാവോ? നിന്റെ അച്ഛൻ ഒരു ഏജന്റ് ആയിരുന്നു, ഇനിയല്ല. അപ്പോ ഇവിടെ ആ മെയിൻ സ്വിച്ച് പൊട്ടുവാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ ആരാ? അപ്പോഴാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. സോറി മിഞ്ചി, പക്ഷെ നമുക്കിപ്പോ ഇവിടെ നിന്ന് പോണം. നമുക്ക് പിന്നെ സംസാരിച്ചാലോ? ഓക്കെ. ഇവിടെ ഫുള്ള് അലാം മുഴങ്ങുവാണ്. അങ്ങനെ SMD അടുത്തും പറയുന്നു, നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ട്. സെക്യൂരിറ്റി ബിൽഡിങ്ങിലൊന്നും കറണ്ട് ഇല്ല. ഇവിടെ ഒരു സ്ഥലത്തെത്തി തായ്ക്കൊണ്ട് പറയാണ്, മതി, നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ളത്. ഞാൻ ആദ്യം ഇറങ്ങാം, പിന്നെ ഞാൻ നിന്നെ പിടിക്കാം. അങ്ങനെ തായ്ക്കൊണ്ട് ചാടി ഇറങ്ങുന്നു. ഇങ്ങ് ബാ. 1 2 3. അങ്ങനെ മിഞ്ചി ഇറങ്ങുന്നു. അങ്ങനെ ഇവര് പെട്ടെന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വന്ന് ആ ഐഡന്റിറ്റി കാർഡ് വെക്കുമ്പോഴാണ് ആക്സസ് ഡിനൈഡ്. ആളൊന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, മിഞ്ചി നിനക്ക് ആക്ടിങ് അറിയാവോ? അത് കട്ട് ചെയ്ത് ഒരു പട്ടാളക്കാരൻ കയറി വരുമ്പോ ആളിങ്ങനെ നിൽക്കുകയാണ്. തായ്ക്കൊണ്ടോ അപ്പോഴേ ചവിട്ടിയിടുന്നു. ഡോർ അടയാതിരിക്കാൻ മിഞ്ചിയും തായ്ക്കൊണ്ടോയും പിടിക്കുന്നുണ്ട്. തായ്ക്കൊണ്ടോയുടെ കാലവിടെയും കൈ എവിടെയാണ്. എന്നിട്ട് ആ കാർഡ് ഊരിയെടുക്കുന്നു. മിഞ്ചി ഒന്ന് നോക്കുവാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ പോന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ലൈറ്റ് ഓൺ ആയി. എല്ലാരും ഗൺ പോയിന്റ് ചെയ്ത് വെക്കാണ്. ആള് മിഞ്ചിയെ പുറകിലോട്ട് വലിച്ചു വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ലെങ്കിലും എപ്പോഴും ഞാൻ ഒരു പൊടി ലേറ്റ്. ഹൻസു, അവൻ പറഞ്ഞ ഗിഫ്റ്റ് നീയാണോ? എന്നാ ഞങ്ങളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അങ്കിൾ, നമ്മളിപ്പോ എന്തോ ചെയ്യും? മിഞ്ചി, നിന്റെ ലെഫ്റ്റിലോട്ട് നോക്കിയാ നിനക്കൊരു എമർജൻസി എക്സിറ്റ് കാണാം. ഞാൻ 3 എണ്ണി കഴിഞ്ഞ് നീ അങ്ങോട്ട് പോണം. എന്തായി പറയുന്നേ? അപ്പൊ അങ്കിളോ? ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഒരു ഹായ് പറഞ്ഞിട്ട് വരാന്നേ. അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഹൻസുനെ കൊന്നിട്ട് അത് ആക്സിഡന്റ് ആന്ന് പറഞ്ഞു. പക്ഷെ ആ കൊച്ചിനെ കൊല്ലരുത്. 1 2. ആളൊന്നും മിണ്ടാതിരിക്കാണ്. അപ്പോഴാണ് ഇവിടെ കാറിൽ വന്ന് ഇറങ്ങി വലിയ ഗണ്ണ് കൊണ്ട് നിൽക്കുന്നത്. ഫയർ 3. ആ സമയം ജിഞ്ചിയോള് ഫയറും ചെയ്യുന്നു, മിഞ്ചിയെ പിടിച്ച് മാറ്റുകയും ചെയ്യുന്നു. ഇവന്മാരെല്ലാം തറയിൽ വീഴുകയാണ്. അങ്ങനെ ഈ വീണ ഹോളിലൂടെ കാർ ഓടിച്ചു വരികയാണ് ജിഞ്ചിയോള്. ഇവൻ എപ്പോഴും ലേറ്റാ. ആള് മിഞ്ചിയുടെ കണ്ണങ്ങ് പൊത്തിയേക്കുന്നു. ഫ്ലാഷ് അടിക്കും. ഇവിടെ ഗണ്ണും പൊട്ടിച്ച് അവിടെ ഫുള്ള് ഫ്ലാഷ് ആയി. ഗ്രനേഡ് എടുത്തെറിയാണ്. അങ്ങനെ മിഞ്ചിയുടെ മൂക്ക് കൊത്തുകയാണ് സ്മോക്കിംഗ് ഗ്രനേഡ്. പിന്നെ ചെവി പൊത്തുന്നു. അറ്റാക്ക്. ഇവൻ കാറിരുന്ന് അവിടെ ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്യാണ്. അതിന്റെ ഇടയ്ക്കും SMD വിളിച്ച് പറയുന്നുണ്ട്, ടാക്ടിക്കൽ ടീം ഇങ്ങോട്ട് വാ. ജിഞ്ചിയോള് വന്നിട്ട് പറയാണ്, വേഗം കയറ്, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലേ. ഇവിടെ ജിഞ്ചിയോള് എല്ലാരും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവര് കാറിൽ കയറാൻ നോക്കുമ്പോഴാണ് തുറക്കാൻ വയ്യ. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ SMD നോക്കുമ്പോ എല്ലാരും താഴെ കിടക്കാണ്. ആളെ നോക്കുമ്പോഴാണ് ഇവിടെ വെറുതെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, ബുള്ളറ്റ് ഒന്നും ഇല്ലാതെ. നീ എന്താ ഷൂട്ട് ചെയ്ത് കളിക്കുക? അതെ, കണ്ടില്ലേ? അങ്ങനെ ഇവൻ റിയൽ ഗൺ എടുക്കുന്നു. ജിഞ്ചിയോള് കാറിന്റെ പുറകെ വന്നിരിക്കുകയാണ്. ഇവൻ ഷൂട്ട് ചെയ്ത് കാർ ഒരു പരുവാക്കുന്നു. എന്നെ കുറച്ച് ലൈവ് അമ്മ എടുത്തുകൂടായിരുന്നു? ഞാൻ എടുത്തതാ, പിന്നെ ഇത് വെച്ചൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്റെ ജൂനിയേഴ്സിനെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എന്റെ കാറ് പോയി. ഇവന്മാരെല്ലാം ഷൂട്ട് ചെയ്യാണ്. മിഞ്ചി പേടിച്ചിരിക്കുകയാണ്. ഇതിലൊരെണ്ണം ചൂസ് ചെയ്യും. എനിക്ക് രണ്ടും ഇഷ്ടമാണ്, അതുകൊണ്ട് ചൂസ് ചെയ്യാൻ വയ്യ. ഇവിടെ വൈസ് മിനിസ്റ്റർ വന്ന് നോക്കുന്നു. എന്താ ജിഞ്ചിയോളെ, ഞങ്ങള് വീണ്ടും തുടരട്ടെ? ആള് തോക്കില് സോക്സ് ഇട്ട് കറക്കാണ്. തായ്ക്കൊണ്ട് അത് നേരെ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, കണ്ടോ, ഇത് വൈറ്റ് ഫ്ലാഗാ. ഞങ്ങള് സറണ്ടർ ചെയ്തു. അവര് 3 പേരും വെളിവരികയാണ്. ഇതെന്താ നിങ്ങൾ ഇത്രയും പേര്? ഞങ്ങളെ 3 പേരും പിടിക്കാൻ ഇത്രയും പേരോ? ഞാൻ നിന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച്. ദാ ഇവിടെ ഒരു കൊച്ചുണ്ട്. കേട്ടാ പച്ചക്കുതിരെ, നിങ്ങൾ ഈ സ്ഥലം മുഴുവൻ കുളവാക്കി. ഞാൻ എന്താ നോക്കിക്കണോ? അവളെ എടുക്ക്. മിഞ്ചി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് ഒരു സൗണ്ട് കേൾക്കാം. എല്ലാരും ഗൺ താഴെയിട്. SMD ഒന്ന് നോക്കുവാണ്. വൈസ് മിനിസ്റ്റർ ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തോക്ക് താഴെയിടാൻ. അങ്ങനെ ആള് മുമ്പിലോട്ട് വരുന്നു. അപ്പോഴാണ് ആളുടെ കഴുത്തിൽ നിന്ന് ചോര വരുന്നത്. നോക്കുമ്പോ ആ സ്ട്രിങ് ഇട്ട് മുകളിൽ നിന്ന് കിം വലിക്കുകയാണ്. അച്ഛ, ആളത് മുറുക്കി വലിക്കുകയാണ്. അച്ഛ, മിഞ്ചി, ഞാനിവിടെ ഉണ്ട്. അങ്ങനെ മിഞ്ചി പോവാൻ നിൽക്കുമ്പോഴാണ് തായ്ക്കൊണ്ട് പിടിച്ചേർത്തുന്നത്. എല്ലാരും ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അച്ഛ, ആളിങ്ങനെ നോക്കുകയാണ്. അതോടെ എപ്പിസോഡ് 6 ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെന്താ, നെക്സ്റ്റ് എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. അടുത്ത ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ഊഹിക്കാലോ. ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ്. അപ്പോ ബൈ ഗൈസ്.